നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ സിസ്റ്റർ റെയ്ന ഫിന്നി ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. സിസ്റ്റർ റെയ്ന ഫിന്നി വിൽ സിംഗ് എ സോങ് നൗ. അങ്ങേ പോലെ ആയി തീരാൻ അങ്ങേ മാത്രം സ്നേഹിച്ചിടാൻ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ. യേശുവേ എൻ പ്രാണനാഥ ജീവൻ തന്ന സ്നേഹനാഥ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ വിശ്വമോഹങ്ങൾ എല്ലാം വെടിഞ്ഞ് സ്വയം ഭാവങ്ങൾ എല്ലാം ത്യജിച്ച് ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു നിൻ പാതയിൽ ക്രൂശിൽ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നു നിൻ പാതയിൽ. യേശുവേ എൻ പ്രാണനാഥ ജീവൻ തന്ന സ്നേഹനാഥ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ എന്റേതെല്ലാം നാഥൻ ദാനം ദാനം ബലവും മഹിമയെല്ലാം ലോകം നൽകും പേരുവേണ്ട പ്രാണപ്രിയൻ കൂടെ മതി ലോകം നൽകും പേരുവേണ്ട പ്രാണപ്രിയൻ കൂടെ മതി. യേശുവേ എൻ പ്രാണനാഥ ജീവൻ തന്ന സ്നേഹനാഥ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ അങ്ങേ പോലെ ആയി തീരാൻ അങ്ങേ മാത്രം സ്നേഹിച്ചിടാൻ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു സമസ്തവും ഞാൻ അത്യുന്നത തൃപ്പാദത്തിൽ. യേശുവേ എൻ പ്രാണനാഥ ജീവൻ തന്ന സ്നേഹനാഥ
എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ, യേശുവേ എൻ പ്രാണനാഥാ, ജീവൻ തന്ന സ്നേഹനാഥാ, എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ, എന്നെ നന്നായി അറിയുന്ന എന്റെ ആത്മനാഥനേ. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന കർത്താവിന്റെ പാദപീഠത്തിലാണ് ഈ രാത്രി സമയം നമ്മളായിരിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ആയി തിരുവാന്നക്കണം. ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ആ ക്രൂശ് വഹിപ്പാന് ദൈവം നമ്മളെ ശക്തിയിരിപ്പാന് ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ഹല്ലേലൂയ നമ്മുടെ ഓട്ടം സ്ഥിരതയോടോടുവാന് ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടോടുവാന് കർത്താവ് നമുക്ക് കൃപ തരുവാൻ ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിന്റെ ദാസ്യ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ഈ രാത്രി സമയം നമുക്ക് വേണ്ടുന്ന ആലോചനയെ ദൈവദാസ്യത്തിൽ കൂടെ കർത്താവ് നമുക്ക് തരണം. നമുക്ക് പ്രാർത്ഥന അയക്കാം. തുടർന്നുള്ള ദൈവവചന സ്തോത്രം ബൈബിൾ സ്റ്റഡിയെയും കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് പാട്ടുപാടിയ പ്രിയ അസസിനെ വഹിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ വഹിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യാസമയത്തിനാണ് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ. വീണ്ടും കർത്താവേ സ്തോത്രത്തോടെ നിന്റെ സന്നിധിയിൽ കർത്താവേ അടിയങ്ങൾ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകൾ കർത്താവേ ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ. വീണ്ടും കർത്താവേ ഇന്ന് രാത്രിയിൽ കർത്താവേ ഞങ്ങൾ കർത്താവെ മറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, ഈ വീട്ടിലത്തെ കർത്താവേ ബൈബിൾ സ്റ്റഡി കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. കേൾക്കുന്ന വചനം കർത്താവെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശബ്ദം കർത്താവെ ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ദാസൻ കൂടെ കർത്താവെ നിന്റെ ആലോചന കർത്താവെ ഞങ്ങളോട് അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പാട്ടുപാടിയ പ്രേമകളുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജനം കർത്താവെ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, അനുഗ്രഹവും വിടുതലും സമൃദ്ധി അനുഭവിച്ച് മടങ്ങി പോവാൻ ദൈവമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെ ആളായി പേര് വരെ കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാനും അതിന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കർത്താവെ ഞങ്ങൾ ഇരിക്കുവാനും ഞങ്ങൾ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റുമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസ് ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി പ്രയർലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ വിലപ്പെട്ട ദാസിദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില ആഴ്ചകൾ ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കി നല്ല അവസരത്തിനായി സ്തോത്രം. കർത്താവ് നിങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ അവസരം ഉണ്ടാകുന്നുവല്ലോ. ധാരാളം വിഷയങ്ങളെ ഓർത്ത് ദിവസം പ്രാർത്ഥിപ്പാൻ ഈ പ്രയർ ലൈൻ മുഖാന്തരം ദൈവം ഇടയാകുന്നത് ഓർത്ത് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണല്ലോ നാം ഈ ദിവസങ്ങളായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ച് കഴിഞ്ഞ 3-4 ആഴ്ച നമുക്ക് അത് ധ്യാനിക്കുവാൻ സഹായിച്ചു. അങ്ങനെ ഏകദേശം അതിന്റെ 10-ാം വാക്യത്തോളം നാം പഠിക്കാൻ ഇടയായി തീർന്നു. ആ ചിന്തകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. വിശ്വാസിയുടെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന പാഠമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു ക്രിസ്ത്യാനിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലായിരിക്കുന്ന ദിവസങ്ങൾ മുഴുവൻ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഭവിച്ചു ജീവിക്കുന്ന ദിവസങ്ങളാണ്. പുറമേ കാണുന്ന ഭൗതിക മണ്ഡലമല്ല ഒരു ഭക്തനെ നിലനിർത്തുന്ന ആത്മീയ അനുഭവങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് നമ്മളെ ശ്രേഷ്ഠന്മാരും കരുത്തന്മാരുമാക്കി മാറ്റുന്നത്. അപ്പോൾ എപ്പോഴും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹിക്കാനായി വിളിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം വഹിക്കുന്നവരാണ്. ആ കാര്യം നാം മറന്നു പോകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചും വാഴ്ത്തിയും പൗലോസ് എഴുതുന്ന എഫേസ്യ ലേഖനത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്ന വിഷയം നാം ചിന്തിച്ചു കഴിഞ്ഞു. ആ ഭാഗത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കണം. നാം ആരാണെന്നും നമ്മെ തിരഞ്ഞെടുപ്പ് എന്താണെന്നും എന്തിനാ തിരഞ്ഞെടുത്തെന്നൊക്കെ നാം ചിന്തിച്ചു. ദൈവഹിതത്തിന്റെ മർമ്മം ദൈവം നമ്മോട് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിന്റെ അടുത്ത മണ്ഡലമായ എല്ലാം ഒന്നാക്കിയിരുന്ന, എല്ലാറ്റിനെയും ഒന്നാക്കി തീർക്കുന്ന ആ യൂണിറ്റി ദൈവമക്കളുടെ ഒരു അനുഗ്രഹമാണ്. അതും നാം ധ്യാനിക്കുവാൻ അവസരമുണ്ടായി. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. വാക്കുകളൊക്കെ നമുക്ക് അല്പം കട്ടിയും പ്രയാസമുള്ളതൊക്കെ തോന്നിയാലും തിരുവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആവർത്തിച്ച് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഗ്രഹിക്കുന്ന സുവിശേഷങ്ങൾ പോലെയല്ല ലേഖനങ്ങള്. അതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം ഇല്ലെങ്കിൽ പോലും തിരുവചനം ആവർത്തിച്ച് വായിച്ചാൽ അതിന്റെ സത്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം അത്ര വിശിഷ്ടമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം പറയുന്നത് ഇവിടെ വായിച്ചത് അല്ലെങ്കിൽ അതിന്റെ ഒരു വാക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന്റെ വിശാലമായ ചിന്ത ഞാൻ എടുക്കുന്നില്ല. അവനിൽ നാം അവകാശവും പ്രാപിച്ചു, അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്നുള്ള ചിന്തയാണ് ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹങ്ങളുടെ അടുത്ത തലമാണ് ഒരു ദൈവ പൈതലിന്റെ അവകാശങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മൗലിക അവകാശമാണ്, എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പറയുന്നത്. അമേരിക്കയിൽ തന്നെ നാം മുൻതൂക്കം കൊടുക്കുന്ന നമ്മുടെ റൈറ്റിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് തന്നെ. ഇതെന്റെ അവകാശമാണ്. അതല്ലേ മക്കൾ പറയും ഇതെന്റെ അവകാശം, ഭാര്യ പറയും ഇതെന്റെ അവകാശം, കുടുംബത്തിൽ ഭർത്താവ് പറയും ഇത് എന്റെ അവകാശമാ. അല്ലെങ്കിൽ ഓരോന്നിനും വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളൊക്കെ നാം വിട്ടിട്ട് പോകുന്ന ദേശത്ത് ജനാധിപത്യ ഭരണം നടക്കുന്ന നമ്മുടെ ഭാരതത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ദൈനംദിന ജാഥകളും ബന്ധുകളും ഹർത്താലും ഒക്കെ നാം കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ അവകാശത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്, വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങൾ അവകാശം പ്രാപിച്ചിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നാം അറിയുന്നില്ല നമ്മുടെ അവകാശം എന്താണെന്ന്. പ്രൈസ് ഗോഡ്. വലിയ സ്വത്തിന് ഉടമയായിട്ടും ഉടമസ്ഥരായി ജീവിക്കേണ്ട നാം അടിമകളെ പോലെ ജീവിക്കുന്നത് ദൈവസന്നിധിയിൽ ആത്മദൃഷ്ടി കൊണ്ട് കണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, യു ഹാവ് ആൻ ഇൻഹെറിറ്റൻസ്. നിങ്ങളൊരു പാർട്ടേക്കറാണ്, എന്തിന്റെയോ ഒരു ഷെയർ ഹോൾഡറാണ്. ഏതോ വലിയ കമ്പനികളിൽ ഓഹരി ഉടമയായിരിക്കുന്ന പോലെ തന്നെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അധിപനായിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു എന്ന അനുഗ്രഹ സമ്പൂർണനായ യേശുവിന്റെ സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഓഹരിക്കാരാണ്, പങ്കാളികളാണ്. അപ്പൊ നമുക്കൊത്തിരി ഓഹരിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ആത്മീയ ഭാഷയിൽ പറയുന്നു, ഹല്ലേലൂയ, നമ്മുടെ ഓഹരി അറിയുന്ന രാത്രിയായി മാറട്ടെ. വി നീഡ് ടു നോ വാട്ട് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് വി ഹാവ്. നമുക്കുള്ള അവകാശങ്ങൾ, നമ്മുടെ പോർഷൻ എന്താണെന്ന് നാം അറിയണം. ആത്മീയ അനുഗ്രഹങ്ങളുടെ അടുത്ത പട്ടികയിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ ഓഹരി അറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്താണ് ഒരു ദൈവ പൈതലിന്റെ അവകാശങ്ങൾ? പ്രൈസ് ഗോഡ്. ഈ അവകാശത്തിന്റെ ക്വാളിറ്റി അറിയണം. ഈ ലോകത്തിലുള്ള ഷെയർ എന്നൊക്കെ പറയുന്ന മാർക്കറ്റ് ഇടിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ മുടക്കിയതെല്ലാം നഷ്ടമായി മാറത്തടിച്ച് നിലവിളിച്ച് കടം കയറി ആത്മഹത്യ ചെയ്ത ഒരു വലിയ സമൂഹത്തെ നമുക്ക് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഓഹരി ആണോ ഇത്? ആത്മീയ ഓഹരി എന്ന് പറയുന്നത് ഇതെന്താണെന്നൊന്ന് വിശദീകരിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഓഹരി എന്നും കൂടെ ഇന്ന് രാത്രി ചിന്തിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അല്ലെങ്കിൽ അവകാശങ്ങൾ എന്താണെന്നൊന്ന് ആദ്യം അറിഞ്ഞിട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം.
അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവീൻ. അവകാശം എന്ന പ്രതിഫലം. അപ്പൊ നമ്മുടെ അവകാശം ഒരു പ്രതിഫലമാണ്. പ്രതിഫലം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമാണ്. റിവാർഡ്, റിവാർഡ് ഈസ് ഫോർ, അല്ലെങ്കിൽ ചുമ്മാതെ കിട്ടുന്നതല്ല, ചെയ്ത പ്രവൃത്തിക്കുള്ള കൂലിയാണ് പ്രതിഫലം. അപ്പം അവകാശം എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഓഹരിക്ക് അവകാശികളാണ്. അതിന്റെ അർത്ഥം കർത്താവിന് വേണ്ടി ജീവിച്ചതിന്റെ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നമ്മുടെ അവകാശമാണ്. അത് വേറെ ആർക്കും കവർന്നെടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം, നിങ്ങൾ അനുഭവിക്കേണ്ട നന്മ മറ്റുള്ളവരുടെ പേരിൽ കുറിക്കുന്നതല്ല സ്വർഗത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മുടെ അവകാശം ഒരു പ്രതിഫലമാണ്. ഇറ്റ്സ് എ റിവാർഡ്. ആ കാര്യം ആദ്യമേ ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ അതിന് അർഹനാണ്. ഈ അവകാശത്തിന് ഞാൻ അർഹനാണ്. പ്രൈസ് ഗോഡ്. നേരത്തെ കേട്ട പദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ദത്തെടുത്തു, തിരഞ്ഞെടുത്തു, എനിക്ക് യോഗ്യതയൊന്നും ഇല്ലായിരുന്നു, ദൈവം എല്ലാം ആക്കി തീർത്തു. ആ അടിസ്ഥാനം നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പാക്കിയിരിക്കണം. നമ്മളെ ഇങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് കൊണ്ടു നിർത്തിയിട്ട് മറ്റൊരാൾക്കും നീ വന്നു കയറിയതാണെന്നോ അല്ലെങ്കിൽ നിനക്കിതിന് അവകാശമില്ലെന്നോ ആരും പറയാതിരിക്കത്തക്കവണ്ണമുള്ള എല്ലാ പ്രിപ്പറേഷനും ഒരുക്കി നമ്മളെ നിർത്തിയിട്ടാണ് ഇവിടെ യേശുവിന്റെ ഹല്ലേലൂയ ഓഹരിക്ക് നമ്മൾ അവകാശികളാണ്. അതൊരു പ്രതിഫലമാണ്. പ്രൈസ് ഹല്ലേലൂയ. ഏത് പ്രവൃത്തിയാ നമ്മൾ ചെയ്തതെന്ന് 4 പേർ അറിയുന്നില്ല, സ്വർഗം മാത്രമേ അറിയുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നാം അത് വിശദീകരണമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. കിരീടങ്ങൾ, പ്രതിഫലങ്ങളൊക്കെ വിഭാഗിച്ചു പഠിച്ചാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ്? ചിലർക്ക് ലഭിക്കുന്നത് അവർക്ക് മാത്രം അറിയാവുന്ന പേര്, താൻ ലഭിക്കുന്നവന് മാത്രം അറിയാവുന്ന പേര്, വെള്ളക്കല്ല്, അതിന്മേൽ എഴുതിയിരിക്കുന്ന പേര് എന്നൊക്കെ നാം കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇത് അവകാശം എന്ന് പറയുന്നത് ഒരു പ്രതിഫലമാണ്. ഇനി രണ്ടാമത് 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം, ഹീബ്രു 9:15. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വെളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമം. അവിടെ വായിച്ചു കേട്ടു, നിത്യാവകാശമാണ്, നമ്മുടെ എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. ഒരു ദൈവവൈതലിന്റെ ഓഹരി, ഇന്ന് രാത്രി നമ്മുടെ ചിന്താവിഷയം ഓഹരിയാണല്ലോ, അവകാശമാണല്ലോ. ഒന്ന്, ഇതൊരു പ്രതിഫലമാണ്. 2, തന്നാൽ തിരിച്ചെടുക്കാത്ത നിത്യാവകാശമാണ്. നിത്യമായ ഒരു ഓഹരിക്കാണ്, എറ്റേണൽ ആണ്. അപ്പം അതൊരു നിലനിൽക്കുന്ന, കാരണം നാളെ ഇതിന് ഷെയർ ചോദിച്ചുകൊണ്ട്, അവകാശം ചോദിച്ചുകൊണ്ട് വേറൊരാൾ വരുവാൻ അനുവദനീയമല്ല. ഓരോരുത്തർക്കുമുള്ള ഓഹരി നിങ്ങൾക്കുള്ളതാണ്. സംഘത്തിനക്കാരൻ പറയുന്നു, അവൻ എന്റെ ഓഹരിയെ പരിപാലിക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. അളവ് നൂല് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പം നോക്കണം, നമ്മുടെ ഓഹരി പരിപാലിക്കപ്പെട്ടിരിക്കുന്ന നിത്യമായ ഓഹരിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദൈവമക്കൾ മറക്കരുത്. ഇതിന്റെ മൂന്നാമത്തത്, അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രത്യേകത? 1 പത്രോസ് 1-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ധാരാളം വാക്യങ്ങൾ ഇന്ന് രാത്രി വായിപ്പിക്കുന്നുണ്ട്. കാരണം പറഞ്ഞു പോകുന്നതല്ല ഇന്ന് രാത്രി എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം. ദൈവവചനത്തിലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കണം. 1 പത്രോസ് 1:4 മുതൽ 5 വരെയുള്ള വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശത്തിന് വേണ്ടിയാണ്. എന്താണ് അവകാശം? ഇംപെരിഷബിൾ ആണ്, അല്ലെങ്കിൽ നശിച്ചു പോകാത്തത്, അല്ലെങ്കിൽ നാശം ഭവിക്കാത്ത ഒരു അവകാശം, ഫേഡായി പോകാത്ത. അതാണ് പറയുന്നത്. അവിടെ കുറെ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അവകാശം കറ, ചുരുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരവകാശത്തിനായി നിങ്ങളെ ജനിപ്പിച്ചിരിക്കും. അപ്പം നാം കാണുന്ന, നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ടൈം ബീയിങ് ആണ്. ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റെയിൻ ആകും, അല്ലെങ്കിൽ ഫെയ്ഡ് ആകും. അതല്ല, once you are അല്ലെങ്കിൽ appointed to have that inheritance and that will not have never അല്ലെങ്കിൽ any wrinkles, spot, അങ്ങനൊന്നും ഉണ്ടാകാത്ത ഒരു നിത്യ അവകാശം. ഇത് വിശദീകരിച്ച് യേശു തന്നെയാണ് അല്ല നമ്മുടെ നിക്ഷേപം, സ്വർഗത്തിലുള്ള നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പ്രത്യേകത. ഇത് ഞാൻ ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവകാശം എന്താണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് സ്വർഗത്തിലുള്ള നിങ്ങളുടെ അവകാശം.
അത് മറന്നു പോകല്ലേ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു അത് വിശദീകരിക്കുന്നുണ്ട്. 6-ാം അധ്യായം 19 മുതൽ 20 വാക്യങ്ങളിൽ. ഐ നോ ദാറ്റ് ട്യൂസ്ഡേസ് ബ്രദർ സിംസൺ ഈസ് ടേക്കിംഗ് ദ മെസ്സേജ് ഫ്രം ദ മൗണ്ടൻ, ജീസസ് സെർമൺ ഓൺ ദ മൗണ്ടൻ. ഈ ഭാഗമൊക്കെ കർത്താവിന്റെ ദാസൻ അവിടെ വരുമ്പോൾ വിശദീകരിക്കുമായിരിക്കാം. ഞാൻ എന്റെ മുന്നിൽ അത് ഓർപ്പിക്കുന്നു. മത്തായി 6-ാം അധ്യായത്തിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. അപ്പം ഇവിടെ യേശു വിശദീകരിക്കുന്നു, യു ക്യാൻ ഇൻവെസ്റ്റ് സംതിങ് ഇൻ ഹെവൻ വൈൽ യു ആർ ലിവിംഗ് ഓൺ ദ എർത്ത്. ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഉണ്ടാക്കാം. ക്രൈസ്തവരിയ നിത്യാവകാശത്തിന്റെ ഓഹരിക്കാരെ. രാവിലെ ബാങ്കിലോട്ട് ചെന്നപ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്കിവിടെ അക്കൗണ്ടും ഇല്ല, നിങ്ങളിവിടെ മണി ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഡ്രോ ചെയ്യാൻ വന്നത് എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം സ്വർഗത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്കുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കണം. ഞാൻ പണം കൊടുക്കുന്ന കാര്യമല്ല, നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും വല്ല പണം കൊടുക്കണം. അത് അതിനകത്തൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിന് 1% കൂട്ടിയാൽ മതി. വല്ലല്ലയ്യ മണി കൊടുക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് പുഴു, തുരുമ്പ്, കള്ളന്മാർ. ഇത് തന്നെ പത്രോസും പറഞ്ഞത്, കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്തത്. പുഴു, യോബിന്റെ ഭാഷയെ പറഞ്ഞാൽ അല്ലെങ്കിൽ പുഴു വസ്ത്രം തിന്നും, പുഴുക്കൾ ശരീരത്തെ തിന്നും. ഇതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം പുറമേയുള്ള നമ്മുടെ ആഡംബരങ്ങളും പുറമേയുള്ള മോടിയും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ഈ ഭൂമിയിൽ അല്ലല്ല പുഴു തിന്നുന്ന പോലെയാണ്. നിങ്ങളുടെ സൗന്ദര്യം പുഴു തിന്നു കളയുന്നൊക്കെ പറയുന്നുവല്ലോ. ഞാൻ പറയുന്നതിന്റെ ദൂത് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകുന്നുണ്ട്. സ്വർഗത്തിലെ നിക്ഷേപം ഈ ഭൂമിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ അത് പുഴു തിന്നുന്നതാണ്. എന്നാൽ അതിനപ്പുറത്ത് ദൈവകാര്യത്തിന് പൗലോസ് ലേഖനത്തിൽ ഓർപ്പിക്കുന്നു 3-1 വാക്യത്തിൽ, അതുകൊണ്ട് ഉയരത്തിലുള്ളത്, ദൈവത്തിന്റെ വാസസ്ഥലമായ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. അപ്പൊ പുഴുവിന് തിന്നാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്വർഗീയ തേജസ് നമ്മൾ ഇവിടെ നിന്നോട് പ്രാപിക്കണം. അതാണ് നിത്യതയിലുള്ളതിന്റെ ഓഹരിക്കായി ഇവിടെ ആയിരിക്കണം. അടുത്ത വാക്യങ്ങൾ ഞാനത് വിശദീകരിക്കും. 2 തുരുമ്പെന്ന് പറയുന്നത് അല്ലയ്യ റെസ്റ്റ് പിടിക്കുക എന്നറിയാമല്ലോ. അല്ലയ്യ നല്ല സാധനത്തിനെ അതിന്റെ മുകളിൽ ആവരണം ചെയ്തിട്ട് എത്ര കട്ടിയുള്ള ഇരുമ്പാണേലും തുരുമ്പെടുത്തു എന്ന് പറയുന്നത് വിലയിടിക്കുന്ന അതിന്റെ സ്റ്റെബിലിറ്റിയും നശിപ്പിക്കുന്നതാണ്. അപ്പം നമ്മുടെ അല്ലെങ്കിൽ കൃപയും കൃപാവരത്തെയും തുരുമ്പെടുത്ത് കളയുന്ന ആത്മീയത്തെ ദ്രവിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. അതിനെ കണ്ടുപിടിക്കണം. സ്വർഗത്തിലെ നിക്ഷേപത്തിനകത്ത് പുഴു തിന്നുന്നത് വേണ്ട, തുരുമ്പെടുക്കുന്നത് വേണ്ട, കറയും ചുളുക്കവും വാട്ടവും മാലിന്യമില്ലാത്തതാണ്. ഇനി കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാം നേടിയതും ഒരുക്കി വെച്ചതും ഒറ്റ ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു രാത്രി കൊണ്ട് പുറത്തുനിന്നൊരു കള്ളൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ പ്രാപിച്ച നന്മ ചോർത്തിക്കളയാൻ ഒരു വാക്ക് മതി. പ്രാപിച്ച കൃപ നഷ്ടപ്പെടുത്തുവാൻ, അഭിഷേകം ചോർത്തിക്കളയുവാൻ ഒരു നോട്ടം, ഒരു ചിന്ത മതി. അതുകൊണ്ട് സ്വർഗത്തിലൊരു നിക്ഷേപമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരിക്കണം. നശിപ്പിക്കാത്ത, ചോർത്തിക്കളയാത്ത ഒരു ആത്മീയ ജീവിതം എനിക്ക് വേണം. ഇതാണ് ഇവിടെ നമ്മുടെ ഈ അവകാശത്തിന്റെ പ്രത്യേകത. സ്വർഗത്തിൽ എനിക്കൊരു നിക്ഷേപമുണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഭൂമിയിലെ നിക്ഷേപങ്ങൾ. ഇതാണ് നമ്മുടെ അവകാശത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയം പോകുന്നു. എന്തിനൊക്കെ നമ്മൾ ഓഹരിക്കാരാണെന്ന് ഇന്ന് രാത്രി അറിയണം. നമ്മുടെ ആത്മജീവിതത്തെ പ്രചോദനം തരുന്ന ചില ദൂതുകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. നാം എന്തിനൊക്കെ പാർട്ടേക്കേഴ്സ് ആണ്, അത് നമ്മളൊന്ന് അറിഞ്ഞ് നമ്മുടെ അവകാശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തിനൊക്കെ നാം അവകാശികളാണ്. അല്ല, ഒരു 10 കാര്യങ്ങൾ വേഗം ഞാൻ വചനത്തിൽ കൂടെ പറഞ്ഞ് സമയമാകുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന 1-ാമത്തെ ഭാഗം. വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് അല്ലല്ലോ 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ, ഞാൻ നിങ്ങൾ വായിക്കുമ്പോൾ ഇന്റർഫ്രീ ചെയ്യുന്നതിന്റെ കാരണം ഞാൻ ആ പദം കിട്ടുമ്പോൾ അങ്ങ് എടുത്ത് പറയുന്നതാണ്. സ്വർഗീയ വിളിക്ക് ഒന്നാമത് നമ്മൾ ഓഹരിക്കാരാണ്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നു, സഹോദര സഹോദരി, നിങ്ങളുടെ ഓഹരി നിങ്ങൾക്കറിയാമോ? ഡു യു നോ വാട്ട് ഷെയർ യു ഹാവ്? നിങ്ങൾക്ക് എന്താ ഓഹരി? ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ അവനിൽ അവകാശവും പ്രാപിച്ചു. എന്തിന്റെ ഓഹരിക്കാരാ? ഞങ്ങൾ സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരാ. ഞങ്ങളുടെ മേലുള്ള വിളി. ഒരു മനുഷ്യനല്ല എന്നെ വിളിച്ചത്, ലോകമല്ല എന്നെ വിളിച്ചത്, നാട്ടുകാരും വീട്ടുകാരും അല്ല എന്നെ വിളിച്ചത്. നിങ്ങൾ അറിയണം നിങ്ങളുടെ വിളി എന്താണെന്ന്. പ്രൈസ് ഗോഡ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ, അത് അറിഞ്ഞോണം. നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്ന ശബ്ദം
ദൈവത്തിന്റെ ശബ്ദമാണ്. നിങ്ങളുടെ ആത്മാവിനോട് നിരന്തരമായി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദമുണ്ട്, അകത്ത് മുഴങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗീയ ശബ്ദം കേൾക്കുന്നവരാ. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെ സ്വർഗീയ വിളി മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ഒന്ന് ഞാൻ ചെയ്യുന്നു, അതാ എനിക്ക് ചെയ്യാൻ അത്യാവശ്യം ഇഷ്ടമുള്ളത്, പിൻപിലുള്ളത് ഞങ്ങൾ മറക്കാൻ പോകും. ഒത്തിരി വിളി കേട്ടവനാണ് ഞാൻ. ഈ ലോകത്തിന്റെ വിളി, പരീക്ഷത്തിന്റെ വിളി, പാരമ്പര്യത്തിന്റെ വിളി, എബ്രായ പാരമ്പര്യത്തിന്റെ വിളി, പരിച്ഛേദനയുടെ വിളി, ന്യായപ്രമാണത്തിന്റെ വിളി ഒക്കെ ഞാൻ കേട്ടവനാ. പക്ഷെ അത് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് അല്ലെങ്കിൽ മുമ്പിലേക്ക് അങ്ങോട്ട് ആയാൻ പോവുകയാണ്. എന്നെ ആര് പുറകോട്ട് വലിച്ചാലും പോകാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഐ ആം ലീനിങ് ടുവേഴ്സ് ദ ഹല്ലേലൂയ ഹൈ കോൾ, പരമവിളി, ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ ലാക്കിലേക്ക് ഗിരുദിനായി ഓടുകയാണ്. അപ്പം എന്റെ ഒന്നാമത്തെ ഓഹരി എന്ന് എനിക്ക് മനസ്സിലായി, അതൊരു സ്വർഗീയ വിളിയാണ്. എന്റെ മേലുള്ള ഓഹരി ഇത് പറയണം, സന്തോഷത്തോടെ പറയണം, ഹല്ലേലൂയ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ അറിയാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടു യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. എന്റെ മേലുള്ള വിളി എന്താണെന്ന് അറിയണം. ആ വിളിക്ക് സ്വർഗീയ വിളിയാണ്. ഹൈ കോൾ, ഹെവൻലി കോൾ, ഡിവൈൻ കോൾ, അപ്പർ കോൾ, ഇതാ എന്റെ മേലുള്ള വിളി. അത് അറിഞ്ഞിട്ട് സന്തോഷം. അങ്ങനെ വേണം ഭൂമി ജീവിക്കാൻ വേണ്ടി. ദൈവശബ്ദം ചുമ്മാതെ വന്നവനല്ല ഞാൻ. ദൈവവിളി കേട്ടറിവിൽ ഇറങ്ങിയതാ, ദൈവശബ്ദം കേട്ടത് ഇറങ്ങിയതാ. പഴയ പാട്ടുകാരൻ പാടുന്ന പോലെ, ആഴിയെന്നോർത്തില്ല, ആഴമളന്നില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു ഞാൻ വരുന്നു. യാഹേ നീ എന്റെ ദൈവം, ഞാൻ നിന്നെ. അപ്പൊ ഇറങ്ങിയത് ദൈവവിളി കേട്ടതാണ്. അത് ചെങ്കടലാണെങ്കിലും മരുഭൂമിയാണെങ്കിലും ദൈവശബ്ദം ആ തലയ്ക്ക് മുകളിൽ മുഴങ്ങുന്നതെങ്കിൽ ഒരു ഭക്തൻ ധൈര്യത്തോടെ പറയും, പൈസ്കടലിൽ സമുദ്രമാണെങ്കിൽ എന്റെ തലയിൽ മുഴങ്ങിയ വിളി. മോശയ്ക്ക് പറയാൻ പറ്റും, മോശ ഞാനാ നിന്നെ വിളിച്ചത്, ദൈവം പറയാ നിന്നെ വിളിച്ചത് ഞാനാ. മണവോന്റെ കൊട്ടാരത്തിലും നൈൽ നദിയുടെ തീരത്തും ചെങ്കടലിന്റെ തീരത്തും മാറായിലും ഒക്കെ നിനക്കറിയാം, ദ കോൾ ഈസ് ഫ്രം എബോവ്. അതുകൊണ്ട് നിന്റെ പാദങ്ങളിൽ എവിടെ ചവിട്ടിയാലും ഹല്ലേലൂയ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ കരുത്തനാണ്. കരുത്തനാം അവൻ കരുത്തിനാൽ പിടിച്ചിരിക്കുക എന്ന് രാത്രി ഉയരത്തിലെ വിളി ചെവിയിൽ മുഴങ്ങുന്ന ദൈവദാസിനെ, ദൈവദാസിയെ, നിന്റെ പാദങ്ങൾ ഇടറുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്റെ നടപ്പ് അവന്റെ കാൽ ചുവടിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിച്ചതുമില്ല. ദൈവവിളി കേൾക്കണം ഇന്ന് രാത്രി, അത് ഉറപ്പാക്കണം. ഹല്ലേലൂയ സ്വർഗീയ വിളിക്ക് ഞാൻ ഓഹരിക്കാരനാ. ആരൊക്കെ തള്ളിയാലും, ആരൊക്കെ ത്യജിച്ചാലും, ആരൊക്കെ വിടക്കം നെല്ലിയാലും സന്തോഷത്തോടെ പറയണം, എന്റെ വിളി സ്വർഗീയ വിളിയാണ്. രണ്ട്, നമ്മുടെ എന്റെ ഓഹരി എന്നറിയണം. എബ്രായ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം, ഹീബ്രു 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ വിശ്വാസത്തിന്, ക്രിസ്തുവിലുള്ള, അതാണ് അതിന്റെ യഥാർത്ഥ മൂലാർത്ഥം. ക്രിസ്തുവിലുള്ള ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിലുള്ള വിശ്വാസം, കാരണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവാണ്. ഹി ഈസ് ദ ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്. സോ ഇഫ് യു ആർ റെഡി ടു ഹോൾഡ് ഫാസ്റ്റ് ദ ഫസ്റ്റ് ഫെയ്ത്ത് ദാറ്റ് യു ഹാവ് റിസീവ്ഡ്, ആ ആദ്യ വിശ്വാസം അവസാനത്തോളം. ഈ ആദ്യ വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരിക്കാൻ എളുപ്പമാണ്. ഒറ്റ വാക്കിലങ്ങ് പറയാൻ പറ്റില്ല. യേശുവിനെ കൈക്കൊണ്ട ദിവസം ഓർമ്മയുണ്ടല്ലോ, അന്ന് കണ്ണുനീരോടെ എഴുന്നേറ്റ് സമർപ്പിച്ചോ, ഇരുന്നോ നിന്നോ സമർപ്പിച്ചല്ലോ, എന്റെ ജീവിതം യേശുവിനുള്ളതാ. എന്തായിരുന്നു വിശ്വാസം? അല്ല, എന്ത് വന്നാലും എന്റെ യേശു എന്നെ സഹായിക്കും. കാലം മാറി, സാഹചര്യം മാറി, സാമ്പത്തികം മാറി, പ്രായമായി, പക്വതകൾ കൂടി, പലതും കണ്ടു കേട്ടു. പലപ്പോഴും ആ വിശ്വാസത്തിന് മങ്ങലേൽക്കാറുണ്ട്. യേശു വരുന്നതിന്റെ ലക്ഷണത്തിൽ ഒന്നത് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും സാത്താനും കൂട്ടരും ഒക്കെ ഇളകിയൊക്കെ വരുമ്പോഴും പൗലോസ് എടുത്തു പറഞ്ഞൊരു പദമുണ്ട്, അനേകരുടെ വിശ്വാസം തണുത്തു പോകും. വിശ്വാസം കുറയുന്നത് യേശുവിന്റെ വരവിന്റെ ലക്ഷണമാണ്, ഓർത്തോണം. പഴയ വിശ്വാസം ഉണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കണം. No need to test others. We have to test ourselves where I am standing or steadfast in my faith. എന്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവനാണോ ഞാനെന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാ. ഇവിടെ പറയുന്നത് നമ്മുടെ പങ്കാളിത്തം. അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ക്ഷീണം വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ സഹായിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, ഹല്ലേലൂയ, ക്രിസ്തു വിശ്വാസത്തിന് നമ്മളെ പങ്കാളികളാക്കി മാറ്റി.
ക്രിസ്തുവിന്റെ വിശ്വാസത്തിന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ വിശ്വാസത്തിന്. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഹല്ലേലൂയ, അവരിൽ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. So God has given us a measure of faith. നമ്മളെ ക്രിസ്തു വിശ്വാസത്തിന് പങ്കാളികളാക്കി മാറ്റി. അത് മറന്നു പോകല്ലേ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറവിടം സ്വർഗമാണ്. യു ക്യാൻ ഗ്രോ ഇൻ ദാറ്റ് ഫെയ്ത്ത്. ഹല്ലേലൂയ. എത്ര സംശയങ്ങൾ കയറി വന്നാലും, എത്ര നിരാശ കയറി വന്നാലും പെട്ടെന്ന് ചാടിയിടുന്നിട്ട് യെസ്, എന്റെ വിശ്വാസത്തിന്റെ ഉറവിടം സ്വർഗമാണ്, ഞാൻ അതിന് ഓഹരിക്കാരനാണ്, അതിനെ മങ്ങിക്കളയുവാൻ പുഴുവോ തുരുമ്പിനോ കള്ളന്മാർക്കോ തുറന്നു മോഷ്ടിക്കാൻ കഴിയാത്ത ആഴമേറിയ ഒരു വിശ്വാസം എന്റെ അകത്തുണ്ട്. ഇന്ന് അതിന്റെ മുകളിൽ മൂടൽ കാണുന്നുണ്ട്, ഇന്ന് അതിന്റെ മുകളിൽ സംശയത്തിന് നിഴലുണ്ട്. ഏലിയാവിനെ പോലെ അല്ല കരുത്തന്റെ മുകളിലൊക്കെ ഇസ്രായേലിന്റെ വാക്കുകൾ വന്ന് പെട്ടെന്ന് മരണദൂതൊക്കെ കേട്ടെന്ന് വന്നേക്കാം, മരിച്ചാൽ മതി എന്ന് ഇഷ്ടപ്പെട്ടേക്കാം, മരുഭൂമിയിൽ വഴിയോ ഒരു ദിവസത്തെ ദൂരം പോയെന്ന് വന്നേക്കാം. പക്ഷെ സ്വർഗത്തിൽ ഒരു മന്ന ഒരട കഴിച്ചു കഴിയുമ്പോൾ അത് പഴയത് മറന്നു വീണ്ടും പുതുക്കത്തോടെ തിളക്കത്തോടെ ഓടിയതുപോലെ ക്രിസ്തു വിശ്വാസത്തിന് ഓഹരിക്കാരായ ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു ദൈവ ശബ്ദം കേട്ടാൽ മതി, നിങ്ങളുടെ പുതുജീവൻ മടങ്ങി വരും. ഒരു ദൈവാലോചന കേട്ടാൽ മതി, നിങ്ങളുടെ ആരോഗ്യം മടങ്ങി വരും. ഒരു ദൈവകൃപ അനുഭവിച്ചാൽ മതി, നിങ്ങളുടെ ശക്തി മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. എബ്രായർ 10:32-33. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. കഷ്ടങ്ങളിൽ പങ്കാളികളാക്കി മാറ്റിയ നമ്മളെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് കഷ്ടത അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ സാക്ഷ്യം പറയാൻ നല്ല സുഖമോ, സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാ. അത് അനേക കഷ്ടങ്ങളും അല്ലയ്യ. നമ്മളെ സംബന്ധിച്ച് അത് കേൾക്കുമ്പോൾ ഒരു സ്വന്തം അല്ലല്ലിയ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കഷ്ടങ്ങളിൽ നമ്മളൊരു പങ്കാളികളാകണം. പൗലോസ് പറയുന്ന ഫിലിപ്പ് ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിക്കുമ്പോൾ, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. അല്ലെങ്കിൽ കഷ്ടങ്ങളുടെ ചൂടടയാളം അല്ലല്ലിയ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. അതിന്റെ അർത്ഥം നാം പോയി ക്രൂശിലേറുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറഞ്ഞു വരുന്നത്. ക്രിസ്തുവിന് വേണ്ടി എന്തും അനുഭവിക്കുവാനും എന്തുമായി തീരുവാൻ, വിശ്വാസത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാനുള്ള സമർപ്പണത്തിന് നാം ഓഹരിക്കാരായി മാറണം. പ്രൈസ് കൊടലിയ. കഷ്ടത എന്റെ അവകാശമാണ്, ഞാൻ അതിന് ഓഹരിക്കാരനാണ്. പ്രൈസ് കൊടലിയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ വീണ് കിടക്കുന്നവരാ, തകർന്നു കിടക്കുന്നവരാ, ഞങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നവരാ, പക്ഷേ ഞങ്ങൾ എന്താ തളർന്നു പോകാത്തത്? സ്വർഗത്തിലെ നിക്ഷേപം, വീടിന്റെ നിക്ഷേപം എന്റെ മൺകൂടാരത്തിനകത്ത് പകർന്നിട്ട് സ്വർഗം എന്നെ നയിക്കും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലാറ്റിനും ജയം, സ്തോത്രം സ്തോത്രം എന്ന് പറയത്തക്കവണ്ണം ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടതകളിൽ സന്തോഷിക്കുന്നു. നാം കഷ്ടങ്ങൾക്ക് ഓഹരിക്കാരാ. കഷ്ടത എന്റെ അവകാശം എന്ന് പറയണം. കഷ്ടത വരുമ്പോൾ എന്തിനാ എനിക്ക് കഷ്ടത തന്നെന്ന് ചോദിച്ച് നിലവിളിക്കുകയല്ല. കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ തികഞ്ഞവരായി തീരേണ്ടത് യുക്തമെന്ന് സ്വർഗം എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നാം അനുഭവിക്കുന്ന സകല പരിശോധനകളും സകല വേദനകളും എന്റെ അവകാശമാ. ഈ അവകാശത്തിൽ കൂടെ ഞാൻ പുറത്തു വരുന്നു. അതിന്റെ അടുത്ത ഭാഗം ഞാൻ ഓർപ്പിക്കുമ്പോൾ എന്റെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. 1 പത്രോസ് 4:13 ഇത് ചേർത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിൽ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. അപ്പം ഇതൊരു സന്തോഷത്തിന്റെ വഴിയാന്ന് ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഒടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ സങ്കടം നിത്യ തേജസ്സിന്റെ ഘനം അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. സോ വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് സഫറിംഗ്. അവന്റെ കഷ്ടതയുടെ പങ്കാളികളാണ് എന്ന സത്യം ഇന്ന് രാത്രി നാം മറന്നു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 4-ാമത്തെ വിഷയം, നാം എന്തിനു ഓഹരിക്കാരാ? 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടത് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും ആരംഭത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന് നിങ്ങൾ പങ്കാളികളാകണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് നമ്മൾ പങ്കാളികൾ. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ ഗോസ്പൽ.
സുവിശേഷത്തിന്റെ ഒരു ഓഹരി നാം ചെയ്തേ മതിയാകും. എന്ന് പറഞ്ഞാൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ പങ്കാളിത്തം നാം ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നമ്മെ കൊണ്ടാണ് ദൈവവേല ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ലൂക്കോസ് വിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കൊയ്ത്തിന് ഹല്ലേലൂയ വേലക്കാരെ ആക്കേണ്ടതിന് പ്രാർത്ഥിക്കണം, യജമാനോട് പ്രാർത്ഥിക്കണം. നല്ലൊരു പ്രാർത്ഥനാ വിഷയമാണ്. ശിഷ്യന്മാരെ ഏറ്റെടുത്തു കൊള്ളാം. നല്ല പ്രാർത്ഥനാ വിഷയം. ഇന്നോട്ടങ്ങ് പ്രാർത്ഥിച്ചേക്കും, കർത്താവേ കൊയ്ത്തിന് വേലക്കാരെ അയക്കണമേ, കൊയ്ത്തിന് വേലക്കാരെ അയക്കണമേ. 10-ാം അധ്യായം തുടങ്ങുന്നത് യേശു ഈരണ്ടായിട്ട് ഹല്ലേലൂയ ശിഷ്യന്മാരെ വിളിച്ചിട്ട് 70 പേരെ തെരഞ്ഞെടുത്ത് അവരെ അയക്കുകയാണ്. നോക്കൂ, അല്പസമയം മുമ്പ് ഇവരാ പ്രാർത്ഥിച്ചത് someone for the harvest. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. സുവിശേഷ വേലയ്ക്ക് നമ്മെ വിളിച്ചാൽ നാം ഇറങ്ങുവാൻ തയ്യാറായിരിക്കണം. സുവിശേഷകരെ അയക്കണമേ, സുവിശേഷകരെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സ്വർഗം താല്പര്യപ്പെടുന്നത് അടിയനെ അയക്കണമേ. സോ ഹല്ലേലൂയ. അതുകൊണ്ട് ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയെന്നുള്ള ഹല്ലേലൂയ പൂർണ്ണ സമയത്തിന്റെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്. ദൈവവേലയുടെ ഭാഗം ചെയ്യുവാൻ ഞാൻ ഒരു ഓഹരിക്കാരനാണ്, എന്റെ ഓഹരിയ. അനന്തരം ആരെ അയക്കണ്ടേ? യെശയ്യാവിനെ ഉദ്ദേശിച്ച് ചോദിച്ച ചോദ്യമല്ല, സർവ്വജനത്തോടുമുള്ള മഹാചോദ്യമാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ആരെ അയക്കേണ്ടു? അനന്തരം നാം ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? കാലാകാലങ്ങളിലായി ആ ശബ്ദം കേട്ടവർ വിളിച്ചു പറഞ്ഞു, അടിയനെ അയക്കണമേ. നാം ഓഹരിക്കാരാ കേട്ടോ. സ്വർഗത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന നിത്യസുവിശേഷത്തിന് ഓഹരിക്കാരാണ്. ഒഴിഞ്ഞു മാറിയിരിക്കരുത്. ഇന്ന് രാത്രി ദൈവവേലയുടെ ഒരു ഭാഗം ചെയ്യുവാൻ സമർപ്പണത്തിന്റെ ആത്മാവ് ജനത്തിന്റെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത്, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സമർപ്പണത്തിന്റെ ആത്മാവിൽ ജനം മുന്നേറണം. ഐ ആം എ പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ ഗോസ്പൽ. സത്യസുവിശേഷത്തിന് ഞാൻ ഓഹരിക്കാരനാണെന്ന് സത്യം മറക്കരുത്. വായിക്കാം 5-ാമത് ഓഹരി 2 കൊരിന്ത്യർ 1-7 വാക്യം. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയിക്കുകയാൽ നിങ്ങൾക്ക് വേണ്ടി നേരത്തെ വായിച്ചു, നാം കഷ്ടത്തിന് കൂട്ടാളികളാകണമെന്ന്. അതിനോട് ചേർന്ന് വായിക്കേണ്ട പദമാണ് നിങ്ങൾ ആശ്വാസത്തിന്റെ ഓഹരിക്കാരാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഷ്ടത തന്ന ഒരു സൈഡിൽ കൂടെ നിങ്ങളെ മാറ്റി നിർത്തുകയല്ല, 2 വൃക്ഷം പോലെ ഹല്ലേലൂയ ഒന്നിനോടൊന്ന് ചേർന്ന് വളരുന്ന ഒരാശ്വാസത്തിന്റെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിങ്ങളിൽ പെരുകുന്ന പോലെ ക്രിസ്തുവിന്റെ ആശ്വാസങ്ങളും നിങ്ങളിൽ പെരുകുന്നു. ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ മുറിച്ച് കടന്ന് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ദൈവം വഴി തുറന്ന് പറമ്പോൾ ഞാനിനി അടിമയല്ല എന്നൊക്കെ പാട്ടൊക്കെ പാടി നൃത്തം ചെയ്ത് പെട്ടെന്ന് മാറായിലെത്തി. അവിടെ വന്നപ്പോൾ തൊട്ട് മുമ്പിൽ വെള്ളം ഒഴുകിയ, കുടിക്കാൻ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പക്ഷെ കുടിച്ചു നോക്കിയപ്പോഴേ അറിഞ്ഞ പെട്ടെന്ന് ഇത് കയ്പാണെന്ന്. അനുഭവിക്കാനുണ്ട്, പക്ഷെ അത് രുചിക്ക് വെച്ച് നോക്കിയപ്പോൾ കാണുന്നവർക്ക് കുഴപ്പമില്ല. വാട്ടർ ഈസ് ഫ്ലോയിങ്, എവറിത്തിങ് ഇസ് ദെയർ ബട്ട് ഇറ്റ്സ് എ ബിറ്റർ വാട്ടർ. അവിടെ നോക്കുക, എന്താ വെളിപ്പെട്ടത്? അതിന്റെ കഷ്ടതയല്ലേ. 3 ദിവസമായി വെള്ളം കുടിക്കാൻ നടന്നവർക്ക് വെള്ളം കൈ കിട്ടിയപ്പോൾ അത് അല്ലെങ്കിൽ മരണദൂതായി നിൽക്കുക, കഴിച്ചിട്ട് ഇറക്കാൻ പറ്റുന്നില്ല. എന്തു ചെയ്യും? മോശയോട് ദൈവം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ആ മരം കണ്ടോ അതിനോട് ചേർന്ന് നിൽക്കുന്നത്, അതിന്റെ ഒരു കൊമ്പ് മുറിച്ചിട്ടാ മതി. എന്ത് മനസ്സിലായി? ഈ കൈപ്പുറവയുടെ തീരത്ത് അതിനെ മധുരമാക്കുന്ന ഒരു വൃക്ഷം എന്നേ ദൈവം നട്ടുമുളപ്പിച്ചിരുന്നു. നിങ്ങളുടെ കഷ്ടതയോട് ചേർന്ന് ഒരു ആശ്വാസം വളരുന്നുണ്ട് എന്ന കാഴ്ചപ്പാട് ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാപിക്കാൻ. രോഗത്തോട് ചേർന്ന് വളരുന്ന രോഗസൗഖ്യം, നിന്നയോട് ചേർന്ന് വളരുന്ന അല്ലെങ്കിൽ മാനിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി, തകർച്ചയോട് ചേർന്ന് പണിതുയർത്തിയിരിക്കുന്ന ഉയർത്താനുള്ള ദൈവത്തിന്റെ പദ്ധതി, നഷ്ടങ്ങളോട് ചേർത്ത് വെച്ച് പണിയുന്ന ദൈവത്തിന്റെ ലാഭത്തിന്റെ കണക്കുകൾ, ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിങ്ങളിൽ പെരുകുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ ആശ്വാസങ്ങളും. അപ്പം കഷ്ടതയ്ക്ക് മാത്രമല്ല ഞാൻ ഓഹരിക്കാരൻ, ആശ്വാസത്തിന്റെ ഓഹരിക്കാരനാ. ഇന്ന് കാണുന്ന ശൂന്യത മാറും, ഇന്ന് കാണുന്ന കാർമേഘം തലയ്ക്ക് മുകളിൽ ഓടിപ്പോകും, ഇന്ന് കാണുന്ന ഇരുട്ടുകൾ മാറും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ കംഫോർട്ട്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു us. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന ആശ്വാസത്തിന് ഞാൻ ഓഹരിക്കാരനാണ്. കഷ്ടത മാത്രമല്ല, ഞാൻ ഓഹരിക്കാരൻ. അവന്റെ അവകാശം, ആശ്വാസത്തിന്റെ അവകാശത്തിന് ഞാൻ ഓഹരിക്കാരനാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. നമ്മൾ വാക്തത്വത്തിന് അവകാശികളാണ്. ഹല്ലേലൂയ. വാക്തത്വം പറഞ്ഞ് കേൾക്കാനോ പറഞ്ഞ് കേൾപ്പിക്കാനോ മാത്രമുള്ളതല്ല,
നാം വാഗ്ദത്തം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ക്രൈസ്തലോടലിയ വാഗ്ദത്തം കേൾക്കാൻ മാത്രമുള്ളതല്ല. ചിലപ്പോൾ അതിന് ഒത്തിരി കാലതാമസമൊക്കെ വന്നേക്കാം കേട്ടോ. 40-45 വർഷമൊക്കെയാ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാലേബ് കാത്തിരുന്നത്. യോശുവയോട് പറയുന്ന പദം വളരെ പ്രശസ്തമാണ്. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തില് എനിക്ക് 40 വയസ്സുള്ളപ്പോൾ നിന്നെയും കൂടെ നിർത്തുകയല്ലയോ മോശ പറഞ്ഞത്, ഹെബ്രോൻ നിനക്കുള്ളതാണ്. അന്ന് തൊട്ട് ഞാൻ കാത്തിരിക്കുക. ഇന്ന് വയസ്സെനിക്ക് 85. ഹല്ലേലൂയ. ആരെങ്കിലും കാണുമ്പോൾ ശരീരം ക്ഷീണമായിരിക്കാം, ബലഹീനമായിരിക്കാം, പക്ഷെ എന്റെ അകത്ത മനുഷ്യൻ പറയുന്നു ഈ വാഗ്ദത്തം എനിക്കുള്ളതാണെങ്കിൽ അനാക്കിന്റെ പുത്രന്മാരോ ഒക്കെ അവിടെ കണ്ടേക്കാം, പക്ഷെ അതിനെ അതിജീവിക്കത്തക്കവണ്ണം ഈ വാഗ്ദത്തത്തോട് ചേർന്ന് എന്റെ അകത്ത് കൃപയും കൂടെ ദൈവം പെരുക്കിയിട്ടുണ്ട്. ഇന്നും പടവെട്ടുവാനും പോരടിക്കുവാനും എനിക്ക് ശക്തിയുണ്ട്. കാരണം ഹി ഹാഡ് എ ഡിഫറൻറ്റ് സ്പിരിറ്റ്. അവനൊരു വേറൊരു ആത്മാവുണ്ടായിരുന്നു. വാഗ്ദത്തം വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്ന ഒരു ആത്മാവ്, വാഗ്ദത്തത്തിനായി ഇറങ്ങി പുറപ്പെടുന്ന ഒരു ആത്മാവ്, സ്വഭാവം. ഇന്ന് രാത്രി നിങ്ങൾ വാഗ്ദത്തത്തിന് അവകാശികളാണ്. ക്രിസ്തുവിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അവ എന്നാണ്. നമ്മൾ എന്തോ ചെയ്യണം? അടുത്ത വാക്ക് ഇങ്ങനെ ആമേൻ എന്ന് പറയണം. പ്രൈസ് കൊടലിയ. വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും ഇറ്റ്സ് എസ് ആൻഡ് എസ് ആൻഡ് എസ്. അതിനൊരു മാറ്റമില്ല. നമ്മൾ ചെയ്യേണ്ടത് ആമേൻ ആമേൻ, അത് അങ്ങനെ തന്നെ ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഏറ്റെടുക്കുകയാണ്. ലേഖനത്തിൽ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടവികാശികളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തവും നിങ്ങൾക്ക് നടത്തി തരണമെന്ന് നിങ്ങളെക്കാൾ നിർബന്ധം ക്രൈസ്തവർ പറഞ്ഞ ദൈവത്തിനാണ്. സാറ ചിരിച്ചു തള്ളിയാലും അബ്രഹാം മണ്ണിൽ കവണ് കിടന്ന് ചിരിച്ചാലും പറഞ്ഞ അവധിക്ക് സന്ദർശിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ഓഹരി അവൻ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവം എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 വർഷം കഴിയുമ്പോൾ നിന്റെ ഹല്ലേലൂയ സന്തതി സകല ബഹുമാനത്തോടും സമ്പത്തോടും കൂടെ മിസ്രയീം വിട്ട് മടങ്ങി വരുമെന്ന് അബ്രഹാമിനോട് യാഗപീഠത്തിന്റെ മുമ്പിൽ പിളർക്കപ്പെട്ട മൃഗത്തിന്റെ നടുവിൽ കൂടി നടന്ന് സ്വർഗം ഉടമ്പടി ചെയ്തെങ്കിൽ സകലരും മറന്നുപോയാലും ഹല്ലേലൂയ 4ാം തലമുറ എത്തിയപ്പോൾ ഹല്ലേലൂയ 400 വർഷം കഴിഞ്ഞപ്പോൾ സ്വർഗം തേജസ്സോടെ അവരെ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, നാം വാഗ്ദത്തത്തിന് കൂട്ടപ്രകാശികളാണ്, വാഗ്ദത്തത്തിന് ഓഹരിക്കാരാണ്. അത് മാറ്റിമറിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മുറുകെ പിടിച്ച് ഹല്ലേലൂയ എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പറഞ്ഞ അവധിക്ക് കാര്യം നടത്തി തരുന്ന ദൈവം, പറഞ്ഞ അവധിക്ക് അതിനെ സന്ദർശിക്കുന്ന ദൈവം, ആ ദൈവത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യർ 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ അവകാശത്തിന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് അവൻ നമ്മെ ഓഹരിക്കാരാക്കി മാറ്റി. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ അവൻ നമ്മെ ഇരുത്തി. കൊലോസ്യർ 1:12 ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വെളിച്ചത്തിലുള്ള അവകാശത്തിന്. പ്രൈസ് കടലിയ. നമ്മുടെ ദൈവം വെളിച്ചമുള്ള ദൈവമാണ്. ഈ വെളിച്ചത്തിലുള്ള അവകാശം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിശാചിന് തൊടാൻ കഴിയാത്ത ഓഹരി. അതാണ് എന്റെ അർത്ഥം. ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു നമ്മൾ. ഇനിയും നമ്മുടെ പല അവകാശങ്ങളും ദൈവമക്കളെ ഇരുട്ടിലിരിക്കുക. എന്താ നാം ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ കോരേശന്റെ ഇടയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ ദൂതനെ, അല്ലെങ്കിൽ ഞാൻ അവന് മുമ്പായി കടന്നു പോകുന്നു, ഞാൻ ദുർഘടങ്ങളെ നിരപ്പുന്ന പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന, പ്രസംഗിക്കുന്ന, കേൾക്കുന്ന ഒരു ശബ്ദമാണല്ലോ. ഞാൻ അവന് മുമ്പായി കടന്നു പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാദികളെ തകർക്കും, ഇരുമ്പോടാമ്പുകളെ കട്ടനം ചെയ്തിട്ട് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളെ അവന് കൊടുക്കും. അപ്പം നിക്ഷേപം ഇരുട്ടി വെച്ചിട്ട് അല്ലെ എത്രയോ പ്രാവശ്യം വി പാസ് ബൈ ദാറ്റ് വേ അല്ലെ, അതിനകത്ത് ഇരുട്ടിനകത്ത് നിക്ഷേപം വെച്ചിരിക്കുക, ഗുപ്തനിധികളും മറവിടത്തിനകത്ത് വെച്ചിരിക്കുക. സ്വർഗം പറയുന്നു നിങ്ങളുടെ അവകാശമാണെങ്കിൽ അത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് ആർക്കും എടുക്കാൻ എത്ര നാൾ ഇരുട്ടിൽ മറച്ചു വെച്ചാലും, എത്ര നാൾ മൂടിപ്പൊതിഞ്ഞു വെച്ചാലും, എത്ര കാലപ്പഴക്കമിട്ടാലും കാലതാമസമിട്ടാലും ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ഓടുവാൻ ബന്ധപ്പെടുന്നു. താമസിച്ചാലും അത് നിന്റെ അടുക്കൽ വരും. അതിനായി കാത്തിരിക്കാം. തെളിവായി പലകകളിൽ എഴുതുന്ന പോലെ ഹല്ലേലൂയ എഴുതി വെച്ചും പറഞ്ഞു വെച്ചും പ്രാർത്ഥിച്ചും വിളിച്ചു പറഞ്ഞും കൊണ്ട് ദർശനത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കൊള്ളുക. വെളിച്ചത്തിലുള്ള അവകാശത്തിന് അവൻ നമ്മളെ വിശുദ്ധന്മാർക്ക്
വിശുദ്ധിയോടെ വേർപാടോടെ ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു വേരൂന്നി ജീവിക്കുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞങ്ങൾ നിശ്ചയമായി അറിയുന്നു. നീതിമാന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. പ്രൈസ് ഗോഡ്. ആറ് കഷ്ടങ്ങൾ ആവർത്തിച്ചു വന്ന് അതിൽ നിന്ന് ദൈവം പൊന്നുപോലെ പുറത്തെടുത്തെങ്കിൽ ഏഴാമത്തതിലും തിന്മ നിന്നെ തൊടാതെ വണ്ണം നിന്റെ ഈ അവകാശത്തിന്റെ ഹല്ലേലൂയ നന്മ തക്ക സമയത്ത് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന അനേക നന്മകൾ ഈ ദിവസങ്ങൾ സ്വർഗം പുറത്തു കൊണ്ടുവരും. ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന പോലെ 4 ദിവസം നാറ്റും വമിച്ച് അകത്ത് വെച്ചാലും, കല്ലുകൾ വാതുക്കൽ വെച്ചാലും, കൈകാലുകൾ കെട്ടപ്പെട്ടാലും, മുഖത്ത് അതിൽ കറുത്ത് തുണിയിട്ട് മൂടിയാലും, അതിൽ ആര് കല്ല് വെച്ചോ അവരെ കൊണ്ട് കല്ലടിപ്പിച്ച്, ആര് കെട്ടിയോ അവരെ കൊണ്ട് കെട്ടഴിപ്പിച്ച്, അകത്ത് പോയ വിഷയത്തെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി അവനെ പന്തിക്കിരുത്തി അവനോടുകൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷം നടത്തുവാൻ ഇന്നും ദൈവത്തിന് പദ്ധതിയുണ്ട്. വെളിച്ചത്തിലുള്ള അവകാശത്തിന് ദൈവം നിങ്ങളെ ഓഹരിക്കാരാക്കി മാറ്റും. പ്രൈസ് കടലിയ. ഇനി 1 പത്രോസ് 5:1 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 5:1 നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സിന് നമ്മളെ കൂട്ടാളികളാണ്. We are the partakers of the glory that's going to be revealed. വെളിപ്പെടുവാനുള്ള തേജസ്സിന്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ എന്താ യോഹന്നാൻ പറയുന്നത്? സഹോദരന്മാരെ, നാം എന്തായി തീരുമെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരായി മാറും. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. പ്രൈസ് ഗോഡ്. വേദനയുള്ള, രോഗമുള്ള, നിന്ദയുള്ള, ഭാരമുള്ള, പ്രയാസമുള്ള, കഷ്ടതയുള്ള, തുരുമ്പും കെടുക്കുന്ന ഈ ശരീരത്തെ മൺമയമായതിനെ വിൺമയമാക്കി മാറ്റുന്ന, മർത്യമായതിനെ അമർത്യമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ തേജസ് കൊണ്ട് നമ്മെ പൊതിയുന്ന ദിവസങ്ങളുണ്ട്. അല്പസമയത്തേക്ക് തേജസ് കൊണ്ട് തൊക്ക് പൊതിഞ്ഞപ്പോൾ മോശയുടെ മുഖം നോക്കുവാൻ ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവനെ കണ്ടപ്പോൾ ഹല്ലേലൂയ അവർ മയങ്ങി വീണെങ്കിൽ, ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, നമ്മൾ ആ തേജസ്സിന് അവകാശികളാണ്. നമ്മെ തേജസ് കൊണ്ട് ദൈവം ഹല്ലേലൂയ തേജസ്സും ബഹുമാനവും അണിയിക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നാം അനുഭവിച്ച എല്ലാ നിന്ദയ്ക്കും അപമാനത്തിനും ക്ലേശത്തിനും നമ്മെ മാനിക്കുന്ന ദൈവം തേജസ്സിന് കൂട്ടവകാശികളാ. ഹല്ലേലൂയ. എസ്തേറിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൂടി നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന മൊർദെഖായി രട്ട് ഉടുത്തും വെണ്ണീർ വാരി തലയിലിട്ടും ചുട്ടുപൊള്ളുന്ന ഓർമ്മകളുമായി കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് നടക്കുമ്പോൾ, ഹല്ലേലൂയ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏത് പട്ടണത്തിൽ കൂടെ രട്ടുടുത്ത് നടന്നോ, ഏത് പട്ടണത്തിൽ വെണ്ണീർ വാരി തലയിലിട്ടോ, പൂഴി വാരി തലയിലിട്ടോ, ഏത് പട്ടണത്തിൽ നിലവിളിച്ചുകൊണ്ട് നടന്നോ, അതേ തെരുവീതിയിൽ കൂടി രാജവസ്ത്രം ധരിച്ചും രാജകിരീടം ധരിച്ചും രാജാവിന്റെ കുതിരപ്പുറത്ത് നടക്കുന്ന മൊർദെഖായിയെ പോലെ തേജസ്സും ബഹുമാനവും അവൻ ഈ ഭൂമിയിൽ ഉണ്ടായെങ്കിൽ നിത്യതയുടെ തുറമുഖത്തും തന്റെ ജനത്തിനൊരു തേജസ് ഒരുക്കിയിട്ടുണ്ട്. നാം തേജസ്സിന്റെ അവകാശികളാ. ആ കാര്യം ഇന്ന് രാത്രി മറന്നു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. അവന്റെ തേജസ്സിന് നാം അവകാശികളാണ്. 2 പത്രോസ് 1:4. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. ഇവിടെ പറയുന്നു ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടവകാശികളാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണം, ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്ന വലിയൊരു സത്യമാണ് ഇവിടെ പത്രോസ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അവയാൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കുണ്ടാകുന്ന നാശം. We need to say goodbye to that and abstain from every form of evil. Come to become a partakers of his divine nature. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും, ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം പരമേൽപ്പിച്ച ക്രിസ്തുവിലുള്ള ഭാവം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ അതാ വായിക്കുന്നത്. ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാത്ത, ദാസരൂപമെടുത്ത, സമയമുള്ളപ്പോൾ അത് വിശദീകരിച്ചോർപ്പിക്കാം, ദാസരൂപമെടുക്കുന്ന, മനുഷ്യനായി വിളങ്ങുന്ന, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദിവ്യ സ്വഭാവത്തിലാണ് ദൈവം നമ്മളെ കൂട്ടാവകാശികളാക്കി വെച്ചിരിക്കുക. പ്രൈസ് ഗോഡ്. The character of heaven we need to demonstrate upon the earth while we are living over here.
അപ്പോൾ തന്നെ അതെങ്ങനെ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ദി ബ്യൂട്ടി ഓഫ് ജീസസ്, യേശുവിന്റെ ദിവ്യ സ്വഭാവം എന്നിൽ വെളിപ്പെടണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടവകാശികളാക്കി. സമയം പോയല്ലോ, ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായം 17-18 വാക്യങ്ങൾ. റോമർ 11, 17, 18. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ എനിക്കറിയാം, മനസ്സിലായി. നിങ്ങൾ ഒന്നും കൂടെ അല്ലെങ്കിൽ ഒന്നുകൂടെ എന്നെ വായിക്കുന്നവർക്കും കേൾക്കുന്നവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. അല്പം പിന്നെ കട്ടിയായിട്ട് തോന്നിയാലും വളരെ രസകരമായും പ്രയോജനപ്രദമായ ഒരു വാക്യം അത്. കാട്ടൊലിവായിരുന്ന നിങ്ങളെ വായിച്ചു. കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിലൊലിവായ നിന്നെ, ശ്രദ്ധിക്കണം, ആ പദം ഞാൻ ആവർത്തിക്കുന്നു. കാട്ടൊലിവായ നിന്നെ നാട്ടൊലിവിന്റെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത്, ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു വൈൽഡ് ഒലിവിനെ മുറിച്ചുകൊണ്ട് വന്നിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന പോലെ ഒരു വലിയ ഒലിവും തോട്ടത്തിനകത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ ഇടയിൽ അങ്ങ് ഒട്ടിച്ചു വെച്ചിട്ട് നീ എന്തിനോ ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ, ഒലിവ് മരത്തിന്റെ വേരിനും പുഷ്ടിക്കും. ഇതാണ് എന്റെ സത്യം. വളരെ എന്നെ ചിന്തിപ്പിച്ച, സന്തോഷിച്ചിട്ടുള്ള, മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ടുള്ള ഒരു ദൂതാണ് ഞാൻ ഈ ഒറ്റ വാക്യത്തിൽ പറഞ്ഞു വിടാൻ പോകുന്നത്. ഒരു വലിയ ഒരു ഒലിവ് വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അത് നാട്ടൊലിവാണ്. ദൈവസഭയ്ക്കകത്ത് പ്രയോജനപ്പെടുന്ന, ദൈവാലയത്തിന് പ്രയോജനപ്പെടുന്ന, ഒലിവുങ്ക കായ്ക്കുന്ന, ആരാധനയുടെ മഹത്വമുള്ള ഒരു ഒലിവ് വൃക്ഷം. ഞാൻ ആരായിരുന്നു? ഒരു കാട്ടൊലിവായിരുന്നു. എന്നെ എന്ത് ചെയ്തു? ആ കാട്ടൊലിവിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒലിവ് മരത്തിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു. വേണമെങ്കിൽ മറ്റു കൊമ്പുകൾക്കെല്ലാം പറയാം, നീ ഇന്നലെ വന്നതാ, നിനക്ക് അതിനുള്ള കഴിവില്ലെന്ന്. പക്ഷേ ഒലിവ് മരത്തിന്റെ വേരിനെ വേര് വലിച്ചെടുക്കുന്ന വെള്ളത്തിനും പുഷ്ടിക്കും പാരമ്പര്യത്തിനും അഭിമാനത്തിനും ആത്മീയത്തിനും എന്നെ ഓഹരിക്കാരനാക്കി മാറ്റി. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന്, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് നല്ലൊരു കൊമ്പാക്കി ദൈവം എന്നെ തീർത്തു. ഇന്ന് രാത്രി എന്റെ ഓഹരി എന്താ? പ്രൈസ് ഗോഡ്. പ്രായവും നിങ്ങളുടെ പ്രായമല്ല, നിങ്ങളുടെ അറിവല്ല, കഴിവല്ല. ഇന്ന് രാത്രി സ്വർഗം പറയുന്നത്, എന്ന് നിങ്ങൾ ക്രിസ്തുവിലായോ അന്നു മുതൽ സകലത്തിനും നിങ്ങൾ ഓഹരിക്കാരാണ്. ഒലിവ് മരത്തിന്റെ വേരിനും പുഷ്ടിക്കും കായ്ക്കും ഫലത്തിനും 4 പേർ നോക്കുമ്പോൾ നിങ്ങളുടെ ശൂന്യതകളൊന്നും കാണാതെ വണ്ണം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ക്രിസ്തുവാകുന്ന വൃക്ഷത്തിനകത്ത് ഒരു കൊമ്പാക്കി അവൻ നിങ്ങളെ മാറ്റി. അതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. പൗലോസ് എന്താ അവിടെ ഓർപ്പിക്കുന്നത്? അയ്യോ സഹോദരന്മാരെ, നിങ്ങൾ അവകാശം പോവുകയാണ്. നമുക്കൊരവകാശമുണ്ട്. നിത്യാവകാശത്തിനായി അവൻ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഓഹരിക്കാരാണ്. പ്രൈസ് ഗോഡ്. തേജസ്സിന് ഓഹരിക്കാരാണ്, വാക്തത്വത്തിന് അവകാശികളാണ്, സഭയ്ക്ക് കൂട്ടവകാശികളാണ്, ആശ്വാസത്തിൽ നാം പങ്കാളികളാണ്. പ്രൈസ് ഗോഡ്. ഏതാ ആശ്വാസം? ക്രിസ്തുവിലുള്ള ആശ്വാസത്തിന്. പ്രൈസ് ഗോഡ്. മുഖത്ത് ചെളിവാരി എറിയുമ്പോൾ, രോമം പിച്ചുപറിക്കുമ്പോൾ, കണ്ണുകെട്ടി തല്ലുമ്പോൾ, കയ്പ് കാടി കുടിക്കാൻ കൊടുക്കുമ്പോൾ, കണ്ണത്തടിക്കുമ്പോൾ, പുറം ഉഴവ് ജ്വാല പോലെ ഉഴുമ്പോൾ, പ്രൈസ് ഗോഡ്. കൈകാലുകൾ കാലിലും വാണികൾ കൂർത്ത് ആണികൾ ആഞ്ഞടിച്ചു കയറ്റുമ്പോൾ യേശു കാണിച്ച സമാധാനം, അതിന് നമ്മൾ അവകാശികളാണ്. തന്നെ പിടിക്കുവാൻ, അറസ്റ്റ് ചെയ്യുവാൻ കടന്നു വരുമ്പോൾ ചങ്കൂറ്റത്തോടെ നിന്ന ആ സമാധാനം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെയല്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമുക്ക് സന്തോഷിക്കണം. He made us partakers, son. Hallelujah. For the inheritance, he has given us inheritance. അവൻ നമുക്ക് അവകാശം തന്നു. പുത്രത്വത്തിന് അവകാശം തന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ ഓഹരി എനിക്ക് തിരിച്ചറിയുവാൻ എന്നെ ഇടയാക്കണം. എന്റെ അവകാശങ്ങൾ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കി തരണം. ഈ ലോകത്തിൽ കാണുന്നത് സാരമില്ല എന്നുവാൻ എന്നെ ബലപ്പെടുത്തണം. എന്റെ ചിന്താമണ്ഡലങ്ങളെ സത്യമായതും നീതിയായതും ഖരമായതും രമ്യമായതും സൽകീർത്തിയായതും ഒക്കെ കൊണ്ട് നിറച്ചുകൊണ്ട് സ്വർഗീയ ഓഹരിക്ക് ഞാൻ അവകാശിയാണെന്നുള്ള ഉറപ്പോടെ ഭൂമിയിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹമുള്ള ദൈവമേ, ഇന്ന് രാത്രി പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസിദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന് മുമ്പായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ക്രിസ്തുവിനുള്ള ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. കാത്തൊലിവായിരുന്നു ഞങ്ങൾ കർത്താവേ, അല്ലെങ്കിൽ വെട്ടിക്കളയേണ്ട സ്ഥാനത്തായിരുന്നു, പ്രയോജനമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങളുടെ അടുക്കിലേക്ക് ഓടിയെത്തി ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ചു.
ആ വേരിനും പുഷ്ടിക്കും അനുഭവങ്ങൾക്കും ഹല്ലേലൂയ ഞങ്ങളുടെ പഴമ മറന്ന, ഞങ്ങളുടെ പഴയകാലം മറന്ന് ഞങ്ങളെ പുതുക്കമുള്ളവരാക്കി മാറ്റി സഭയാം തോട്ടത്തിനകത്ത് പറന്ന് പന്തലിക്കുന്ന വൃക്ഷത്തിനിടയിൽ ഞങ്ങളെയും ആക്കി തീർന്ന ദൈവസ്നേഹത്തിന് രാത്രി സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മ കടന്നു വരണമേ കർത്താവേ, അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കുമാറാട്ടെ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ശ്രേഷ്ഠമായുള്ള ആലോചന കേൾക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കാട്ടൊലിവായിരുന്നു നമ്മളെ ആ നല്ല ഒലിവോട് ഒട്ടിച്ചു ചേർത്ത ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നമ്മുടെ വിളി, നമ്മുടെ അവകാശം, ഹല്ലേലൂയ. ഈ രാത്രി സമയം ദൈവാത്മാവിൽ കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിച്ചല്ലോ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവർ, സ്തോത്രം. ക്രിസ്തു വിശ്വാസത്തിന് പങ്കാളികളായി തിരുവാന്തകണം കർത്താവ് നമുക്ക് ഭാഗ്യ പദവിയെ തന്നല്ലോ. അവന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തിരുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. കർത്താവിന്റെ ആശ്വാസത്തിന് പങ്കുള്ളവരാക്കി തീർക്കുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. ആ സുവിശേഷത്തിന് പങ്കാളികളായി തിരുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. അവന്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തിരുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് അവൻ നമ്മെ പങ്കാളികളാക്കി തീർക്കുവാന്തകണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. വെളിപ്പെടുവാനുള്ള തേജസ്സിന് പങ്കാളികളാക്കി തീർക്കുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തിരുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിനും പങ്കാളികളായി തീർക്കുവാന്തകണം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. നമ്മളെ തേടി വന്ന ആ ദൈവ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ദൈവമക്കളെ, ഇതിനൊന്നും നമ്മൾ യോഗ്യതയുള്ളവരല്ലായിരുന്നു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ കൃപ, അതൊന്നു മാത്രമാണ്. ഈ രാത്രി സമയം ദൈവസന്നിധി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രത്തോളം ഭാഗ്യ പദവിയെ ദൈവം നമുക്ക് തന്നല്ലോ. സ്തോത്രം. ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പരമപിതാവാം ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ പാദപ്പെടലായിരിക്കാന് സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠമായുള്ള ആലോചന കേൾക്കുവാൻ തക്കണം നീ അടിയങ്ങളെ സഹായിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യ പദവിക്ക് വേണ്ടി നന്ദിയോട് ഞങ്ങൾ എന്നെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ് കർത്താവേ. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യതയുള്ളവരല്ലായിരുന്നു കർത്താവേ. എന്നാൽ നിന്റെ മഹാസ്നേഹത്തിന് വേണ്ടി നന്ദിയോട് അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീർക്കുവാൻ തക്കണം നീ അടിയങ്ങളെ സഹായിച്ച വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവേ, സ്തോത്രം. ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ മുഖത്തേക്ക് നോക്കി ഓടുവാൻ തക്കള കൃപ നീ അടിയങ്ങൾക്ക് തരുവാണ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയ വൻകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ആത്മാവ് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തുവാണ് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കണം നീ അടിയങ്ങളെ ഓരോരുത്തരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രത്തിന്റെ ദാസനെ കുടുംബമാണ് നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഏവർക്ക് അനുഗ്രഹമായി തിരുവാന്തകണം കർത്താവ് അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. വളരെ ആഴത്തിലേക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാന്തകണം അങ്ങയുടെ ദാസന്റെ കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന സഭയെ നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒക്കെ എല്ലാ വിശ്വമരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ പ്രയോജനം കടന്ന എല്ലാ പ്രിയപ്പെട്ട അങ്ങ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന പ്രിയ സാജമനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തക്കോട്ടൊക്കെ മറിക്കണം പ്രാർത്ഥിക്കുന്നു. ഇത് ഈ പ്രയോജനം എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെല്ലാം നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വീണ്ടും അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി സമയം കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഉറക്കത്തെ അടിയങ്ങൾക്ക് തരുവാണ് പ്രാർത്ഥിക്കുന്നു. രാവിലെ പ്രഭാത സമയത്ത് അങ്ങ് എഴുന്നേറ്റ് അവതരിപ്പാൻ ഞങ്ങൾ കൃപ തന്നാട് സകലമാനമൊത്ത തിരുമേനിക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തില് അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാകണമേ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയില് കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ഈ പ്രയലനി കടന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആമീൻ. ഈ രാത്രിയിലും നമുക്ക് ജയനന്ദ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവ് യേശുവേ വേഗം വരുമാകണമേ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. രാത്രി കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം രാത്രികാലം നമ്മളെ ചൈതന്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു തോമസിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയ സിസ്റ്റർ റെയ്നായോടുള്ള നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. അതിനായിട്ട് നമുക്ക് കടന്നു വന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ നാളെ വ്യാഴാഴ്ചയാണല്ലോ, നാളെ വൈകിട്ട് 8:30 മുതൽ 9 വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മലയാളം സെഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും. രാവിലെ അതിനുശേഷമുള്ളതായ 9 മുതൽ മിഡ്നൈറ്റ് വരെയുള്ള പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണി കേൾക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വന്ന് മറ്റുള്ളവരെയും അതിലേക്ക് ഉത്സാഹത്തോടെ കൂട്ടിവരുത്തുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ മനോഹരമായ ഗാനങ്ങളൊക്കെയും പാടിയിട്ടുള്ളതായ നല്ലൊരു വേർഷിപ്പ് ലീഡറായ പ്രിയ ചിക്കു കുര്യാക്കോസ് ആ സഹോദരനെ കുറിച്ച് നിങ്ങൾക്കൊക്കെയും അറിയാമല്ലോ. അദ്ദേഹം ക്യാൻസറിന്റെ പ്രയാസത്തിൽ വിടുതൽ പ്രാപിച്ച് ദൈവവചനത്തിന് സാക്ഷിയായി നിന്നതായ ആ സഹോദരൻ വീണ്ടും ആ രോഗത്താൽ വീണ്ടും ബാധിതനായി എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരിക്കുന്നു എന്ന് അറിയുവാനിടയായി തീർന്നു. പ്രത്യേകം പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിയ സഹോദരന് വേണ്ടി ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിന്നാ. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിന്നായി. പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ. എങ്കിലും കാൽവരി സ്നേഹത്തിൻ മുന്നിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവീടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവീടും, മാതാ